ഇവിടെ ഒന്ന് വിളിച്ചേടാ. ചുമ്മാ എനിക്ക് പണിയുണ്ടാക്കാൻ. പറ്റ വെട്ടിക്കാനായിരുന്നു പക്ഷെ കൊണ്ട് വിളിക്കുമ്പോൾ പറയാൻ മുടി എടുക്കുന്ന ഇതുവരെ കൊണ്ടുപോയില്ല. അയ്യോ എന്റെ ചെടിയൊക്കെ തിന്നു. എന്റെ 70 കിലോ എന്റെ 100 കിലോ ഇതാണ്ട് അല്ലേ ഇതാണ്ട് അവിടെ ഏതാണ്ട് ഏതാണ്ട് തരാൻ പോന്ന് അങ്ങോട്ടേയല്ലേ. അന്നേരം സോന പപ്പടിയും കൊണ്ട് ഇങ്ങോട്ട് വാ. അയ്യോ ശരിയുണ്ട്, അത് തുറക്കുമ്പോഴേ പേടി. Thank you. Thank you. പഠിക്കല്ല ഇനി ചോറ് വേണ്ടേ? എടുത്തോണ്ട് വാ. ചോറ് വേണ്ടേ? പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നതേ ഉള്ളൂ, ഇന്ന് താമസിച്ചു. മുത്ത് പത്തനംതിട്ടയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. മുത്തിന് ഓണക്കോടി വാങ്ങിക്കാൻ. അപ്പൊ സൈസ് നോക്കിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഏതാന്ന് വെച്ചാൽ എടുത്തോട്ടെന്ന് നോക്കി എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് തിരിച്ചു കൊണ്ട് റിട്ടേൺ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് അതും ഈ തിരക്കിനിടയ്ക്ക് എനിക്ക് കയറാനൊന്നും വയ്യ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നിട്ട് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ നോക്കിയെടുക്കാം എന്ന് വിചാരിച്ച് മുത്തിനെ കൂടെ വിളിച്ചു. അപ്പൊ ഇന്നലെ വരാന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇന്നലെ ഇവിടെ ചാച്ചുമായിരുന്നു, റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പൊ ഇന്ന് വന്നു. അപ്പം എന്തുവാ, മൊബൈല് മാറി കേട്ടോ. എൻ്റെ മൊബൈല് അടിച്ചു മാറ്റി, അവരുടെ മൊബൈല് എനിക്ക് അടിച്ചേൽപ്പിച്ചു. ഇതിന്റെ ക്യാമറയ്ക്ക് എന്തെങ്കിലും കുഴപ്പമില്ല പറയണേ. എന്താണെന്നറിയാമോ, എന്നോട് പറഞ്ഞു എന്റെ ഫോൺ ഏതാമത്തെ റെഡ്മി നോട്ടായിരുന്നു. ഇത് സാംസങ്ങിന്റെ ഫോണാണ്. സാംസങ്ങിന്റെ ഫോൺ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സെറ്റിംഗ്സിന്റെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഒരുപാട് വന്ന പോലെ എനിക്ക് തോന്നുന്നു. പല ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യാതൊക്കെ വന്നു. ഇത് സാധാരണ മൊബൈലിൽ ഉപയോഗിച്ചിരുന്ന കുറച്ച് ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ. അത് ഇതിനകത്ത് സാംസങ് വാങ്ങിച്ച് ഇതിനകത്ത് ആക്കിയപ്പോൾ അതിനകത്ത് അത് പറ്റാതെ വന്നു. അപ്പൊ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഞാൻ ഈ ഫോണ് മുത്തിന് കൊടുത്തു. ഞാൻ സാധാരണ അന്ന് മുത്തിന് വാങ്ങിക്കണമെന്ന് വിചാരിച്ച ഫോൺ ഞാനില്ല. അപ്പൊ ചുരുക്കത്തിൽ എനിക്ക് വാങ്ങിക്കണമെന്ന് വിചാരിച്ചത് മുത്തിന് മേടിക്കണമെന്ന് വിചാരിച്ചത് എന്റെ കയ്യിലും ആയിരുന്നു ഇത്രയും ദിവസം. ഇപ്പൊ എന്നോട് പറഞ്ഞു യൂട്യൂബ് ഒക്കെ ഉള്ളതല്ലയോ, അപ്പം കുറച്ചുകൂടെ സെക്യൂരിറ്റി ഉള്ള ഫോൺ ഉപയോഗിക്കണം, അമ്മ സാംസങ് ഉപയോഗിക്കുന്നത് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഈ ഫോൺ എന്റെ തലയിൽ വെച്ച് തന്നു. അപ്പൊ അതുകൊണ്ട് ഭയങ്കര കളർ പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല ഒറിജിനൽ കളറാണെന്ന് അവൻ പറയുന്നു. ഇത്രയും കളർ ഉണ്ടെന്ന് തോന്നില്ലേ? നീ എന്നെ നോക്കി ആ കളർ മറ്റേതിന്റെ അത്രയും മോന്ത ഇങ്ങനെ ചുമന്നിരിക്കത്തൊന്നുമില്ല, അതേ ഉള്ളൂ. അത് വേണേ റീടച്ച് ചെയ്യുന്നു അമ്മ. അത് റീടച്ച് ചെയ്യാം. വേണ്ട, റീടച്ച്
ഇട്ടൊന്നും ചെയ്യണ്ട. പിന്നെ അപ്പൊ അതുകൊണ്ട് പുതിയ മൊബൈലില് പുതിയ ഇതിന്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വേരിയേഷൻ തോന്നും. അപ്പൊ ഞാൻ അതുമായിട്ടൊന്ന് ഇടപഴകി ഇണങ്ങി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാനത് പറഞ്ഞതെന്ന് വെച്ചാല് മൊബൈല് ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള 2 പേരെ കണ്ടു. 2 പേരോടും സ്നേഹം. ഒരാൾ എന്നോട് നേരത്തെ വന്ന് കണ്ട് സംസാരിച്ച ആളാണ്. ഒരാള് ഞങ്ങളൊക്കെ ആദ്യം താമസിച്ചു, ഞങ്ങളുടെ ബാല്യവും കൗമാരവും ഒക്കെ കഴിഞ്ഞു പോയ നാട്ടിൽ നിന്ന് ഒരു ചേച്ചി മോളുകൂടിയാ വന്നത്. കൂടി നടന്ന് വളർന്ന പള്ളിമുറ്റവും സ്കൂൾ മുറ്റവും ഒക്കെ നിറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്നാണ് അവർ വന്നത്. അപ്പം ആ മോള് ഞങ്ങൾ അന്ന് പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞു വാവയായിരുന്നു കേട്ടോ. ഇപ്പൊ വലിയ കുട്ടിയായി, കല്യാണമൊക്കെ കഴിഞ്ഞു. പക്ഷെ ആ മുഖം ഇപ്പോഴും അതുപോലൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്കതിന് ഞങ്ങള് ഞങ്ങൾ ദുഃഖ ശനിയാഴ്ചയും പപ്പയുടെ ഓർമ്മ ദിവസവും നമ്മൾ ആ പള്ളിയിൽ സെമിത്തേരിയിൽ ധൂപം വെപ്പിന് പോകാറുണ്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വലുതായാലും ചിലരെയൊക്കെ എനിക്ക് അന്നേരവും കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ വന്ന മോളെ എനിക്ക് അതുകൊണ്ട് അറിയാം. പിന്നെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ ഇപ്പൊ ഇന്ന് വന്നപ്പോ ആ ചേച്ചി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ വന്ന് കണ്ട എല്ലാവരോടും സന്തോഷ സ്നേഹം. പിന്നെ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറയാം. അതിന് മുമ്പ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 2 കവർ പാല് മേടിച്ചു. പിന്നെ അത് ഈ സാധനം ഗുലാബ് ജാമുൻ, ഇതെനിക്ക് ഇഷ്ടമാട്ടോ. പക്ഷെ മധുരമാണ്, മധുരമില്ലാതെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പൊ ഇത് ചെറിയൊരു പാക്കറ്റ് ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു ആഗ്രഹത്തിന് വാങ്ങിയതാട്ടോ. പിന്നെ ഇന്ന് അടുക്കളയിലെ പണികൾ ചോറൊക്കെ അമ്മ വെച്ചു. പിന്നെ സാമ്പാർ ഇരിപ്പുണ്ട്, ചമ്മന്തിപ്പൊടിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇച്ചിരി മീൻ എന്തെങ്കിലും വാങ്ങിച്ച് വറക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഞാനും മുത്തുകൂടി ഇങ്ങോട്ട് വന്ന വഴിക്ക് ഭയങ്കര മഴ. ഞങ്ങൾ ഒരു ചായയും ഒരു ബജ്ജിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നമ്മുടെ റിംഗ് റോഡ് സൈഡിലൊരു ചായക്കടയുടെ അവിടെ നിർത്തിയേ. ഞങ്ങൾ ചായ കുടിച്ചു, ഞാൻ ഏത്തക്കാപ്പം കഴിച്ചു. എന്തുവായിരുന്നു ബർഗർ ഏതാണ്ടാന്ന് തോന്നുന്നു കഴിച്ചു. ഞങ്ങളത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മഴ, പെരുമഴയായിരുന്നു. അപ്പം ഞങ്ങൾ ആ മഴയ്ക്ക് മുമ്പ് ഓടിപ്പോരാന്ന് ഓർത്തുകൊണ്ട് പോയിരുന്നു. പക്ഷെ മഴ പെയ്ത് നനഞ്ഞു, അത് സത്യം. മീൻ മേടിച്ചില്ല. അപ്പം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ജാനിക്കുട്ടിയുടെ കയറിയപ്പം മാമി പൂക്കോനോട് മീൻ മറക്കാൻ പറയുന്നത് കേട്ടു. ഞാൻ ചോദിച്ചു എന്തോ മീൻ. അപ്പം ഇന്ന് 3-4 കഷ്ണം മീൻ എനിക്ക് വറക്കാൻ തന്നു. അപ്പം മീൻ മറക്കും, അതേ ഉള്ളൂ ഇന്നത്തെ ജോലി കേട്ടോ. ചോറൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ വേറെ എന്താണ് വിശേഷം? വേറെ എന്താ, പിന്നെ ഞാൻ കുളിച്ച് ജപിച്ചിട്ട് വന്നിട്ട് എൻ്റെ പ്രിയങ്ങളോട് സന്തോഷം പങ്കുവയ്ക്കാം. ഞാൻ എല്ലാ വർഷവും, ഞാൻ ഈ പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ വർഷവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷമാണ് ഈ ഓണക്കോടി കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഈ വർഷവും ഓണക്കോടി എടുത്തിട്ടുണ്ട്. അമ്മയ്ക്കും എടുത്തു, എനിക്കും എടുത്തു. എനിക്കെടുത്തതും എൻ്റെ മുത്തിനെടുത്തതും മോനിക്കുട്ടിനെടുത്തതും ഒരാൾ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ലക്ഷ്മി ചേച്ചിയും പ്രസന്ന ചേച്ചിയും കൂടാണ് എനിക്കും മക്കൾക്കുള്ള ഓണക്കോടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പിന്നെ അമ്മയ്ക്കുള്ള ഓണക്കോടി ഞാൻ എടുത്തു. കൂക്കുവിൻ്റെ അവിടത്തേക്കും കൊച്ചോളുടെ വീട്ടിലേക്കും, അവിടുത്തെ മാമിക്കും മാമന്, ഇവിടെ മാമിക്കും മാമന് എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു. അപ്പം അതൊക്കെ ഞാൻ ഇന്ന് നാളെ മറ്റന്നാളിലായിട്ട് കൊണ്ട് കൊടുക്കും. അമ്മയുടെ ഓണക്കോടി നാളെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഞാനത് കാണിക്കാം കേട്ടോ. അമ്മയ്ക്ക് എടുത്തത് കാണിക്കാം. 5 കിലോ അരി തരുവേ. അപ്പം അതവിടെ കൊണ്ടുപോയി പോവാണെങ്കിൽ അമ്മയ്ക്ക് ഞാൻ ബാഗ് മേടിച്ചോണ്ട് വരാം, സൈസ് വരാം. ഓക്കെ, ബാഗ് മേടിച്ചോണ്ട് വരാം. എനിക്കതൊന്നും ഇഷ്ടമല്ല. അമ്മ ഇടും, മേടിച്ചോണ്ട് വരാം. ഇപ്പോഴത്തെ ഗേൾസ് ഇടുന്ന പോലെ ഞാൻ ഇട്ടോണ്ട് നടക്കാൻ അമ്മയ്ക്ക് പ്രായമൊന്നും തോന്നിയിട്ടില്ല. എന്നെ കണ്ട കളവനാന്നല്ലേ പറയുന്ന എല്ലാവരും. കിട്ടിയിരുന്നെങ്കിൽ മുത്ത് എന്നെ ബാഗ് ഇടിക്കാൻ ശ്രമിക്കുകയാണ് പ്രിയങ്ങളെ. ഞാൻ ഇടത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. ബാഗൊക്കെ ഇടുന്ന കൊച്ചു കുട്ടികളല്ലേ ബാഗൊക്കെ ഇടുന്നത്. 10, 17, 18 വയസ്സുള്ള കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണ് ബാഗ് ഇടുന്നത്. അല്ലാതെ എന്നെ പോലുള്ളവരൊക്കെ ബാഗ് ഇടുവാ എനിക്കറിയത്തില്ല. ഇടുന്നവരുണ്ട്, പക്ഷെ എനിക്ക് എന്തോ പറ്റത്തില്ല. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ. ഞാൻ പോയി കുളിച്ച് വെച്ചിട്ടായിരുന്നു. എനിക്കിത് ഭയങ്കര അസ്വസ്ഥതയും ക്ഷീണമായിരുന്നു എൻ്റെ പ്രിയങ്ങളെ. കാരണം എനിക്ക് ഒന്നുകിൽ എൻ്റെ മനസ്സ് ശരിയല്ലാതെ എന്തെങ്കിലുമൊക്കെ അലച്ചിലുകൾ കൂടുന്ന ദിവസങ്ങളിലാണ് ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ കേട്ടോ. ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ പോയതിൻ്റെ ഒരു
എത്ര അങ്ങോട്ട് വിചാരിച്ചിട്ടും എൻ്റെ ആരുമല്ല, പക്ഷേ എനിക്കെന്തോ വല്ലാത്ത ഫീലിങ്സ് മനസ്സിൽ. രാവിലെ ഉണർന്നപ്പോഴും ഡോക്ടർ പോയി എന്നുള്ള ചിന്തയാണ് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്. എന്താണെന്നറിയില്ല. അപ്പം ഇങ്ങോട്ട് വന്നാൽ ഞാൻ മോൻമുത്തിനെ, ഞങ്ങൾക്ക് ഈ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം ഒട്ടിച്ചു, എൻ്റെയും മുത്തിൻ്റെയും. അപ്പോൾ അതെല്ലാം ഒട്ടിച്ചിട്ട് ഞങ്ങൾ വന്ന വഴിക്കാണ് ഡോക്ടറെ കൺസൾട്ടിങ് റൂം, അവിടെ വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി എൻ്റെ പ്രിയങ്ങളെ. കാരണം അത്രയേറെ മനസ്സറിഞ്ഞ ഒരു ഡോക്ടറിനി ഇല്ല, അങ്ങനെ ഓടി ചെല്ലാൻ പറ്റിയ ഒരു ഡോക്ടറിനി ഇല്ല. സത്യമാണ്. ഒരു രോഗത്തെ ഇപ്പോൾ ഉള്ള സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ എന്താണ് രോഗമെന്ന് തിരിച്ചറിയാൻ ആ ഡോക്ടറോളം കഴിവുള്ള ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടാവും. അന്നത്തെയൊക്കെ ഡോക്ടർമാരുടെ ഒരു എന്താ പറയുന്നത്, മനസ്സറിഞ്ഞുള്ള ചികിത്സയൊക്കെ ഇന്നിപ്പോൾ ഉള്ള തലമുറയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടാകുമായിരിക്കും, പക്ഷെ എനിക്കെന്തോ ആ ഡോക്ടർ ഒരു വലിയൊരു ആശ്വാസമായിരുന്നു. ബർഗറിന്റെ മുകളിലിരിക്കുന്ന ചെറി എനിക്ക് തന്നു. ബർഗർ മോനുകുട്ടനും എടുത്തു. എനിക്ക് ചെറി ഇഷ്ടമാണ്. ചെറി ഓർത്ത് എങ്ങനെയൊന്നുമല്ല. അച്ചാച്ചൻ വന്നപ്പോ അച്ചാച്ചന് ബർഗർ, മോനുകുട്ടന് ബർഗർ മേടിച്ചു കൊടുത്തേ ഒക്കത്തുള്ളൂ. ഞാൻ ഇതൊന്നും വാങ്ങിക്കാറില്ല. എന്റെ പ്രിയങ്ങളൊക്കെ അറിയാലോ, ഞാൻ മുത്തിന് മുത്ത് ഇവിടെ ഉള്ളപ്പോ നമ്മൾ ഇതൊക്കെ മേടിക്കുമായിരുന്നു. പിന്നെ അവനൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് നമ്മൾ ഇതെല്ലാം ഒഴിവാക്കിയായിരുന്നു. ഇപ്പൊ വന്നേക്കും ഇതെല്ലാം വാങ്ങിച്ചു. എനിക്ക് വാങ്ങിച്ചില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ബർഗർ. വേറെ എന്തോ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്, അത് വേറെ. അതാ അച്ചാച്ചന, അത് വേറെ ബർഗർ അല്ല, വേറെ ഒരു സാധനം, സാൻഡ്വിച്ച്. എന്നാ ഞാൻ പോയി കുളിച്ച് ജപിച്ച് വരാം. കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ വെച്ചതാട്ടോ, തണുക്കുന്നു. ഇതാ സാധനം എനിക്ക് വാങ്ങിച്ചത്. എന്തുവാ നോക്കട്ടെ. മറ്റേതാണ് കുഞ്ഞി ഷവർമ്മ 30 രൂപയോട് ഈ ഷവർമ്മയ്ക്ക്. അവിടെ ഏത്തക്കാപ്പം എല്ലാ ബജ്ജി സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ളത് ബർഗർ, ഇതുപോലുള്ള കുഞ്ഞ് എന്താണ് ഷവർമ്മ, സാൻഡ്വിച്ച് എല്ലാം ഉണ്ട്. സവാള വേണോ? ഈ കടകളൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഓരോരുത്തരൊക്കെ ആ റൗണ്ട് ചുറ്റി ഈ റൗണ്ട് ചുറ്റി ഇങ്ങനെ നടന്ന് കൂട്ടുകാരുടെ കൂടെ പോയി കഴിച്ചിട്ടുള്ള കടകളാണ്. എനിക്കറിയത്തില്ല. മീൻ അങ്ങോട്ട് വറക്കാനിടാം, എന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ പറയാട്ടോ. മീൻ കഴിയാവട്ടെ, നമുക്ക് വലിയൊരു സന്തോഷം പറയാനുണ്ട് കേട്ടോ. വാ, നമുക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമുക്ക് ഇസ്രയേലിയിൽ ഒരു മാലാഹക്കുട്ടി മോനുകുട്ടനോടുള്ള ഇഷ്ടം മൂത്ത് ഇവിടെ നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. സൗമ്യക്കുട്ടി, മോനുകുട്ടന്റെ സൗമ്യാൻറ്റി. അപ്പൊ അതുപോലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ഡെയിലി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇസ്രയേലിലുള്ള ഒരാള്. അപ്പൊ ഞാൻ എന്നോട് ഒത്തിരി നാളായത് ആ മെസ്സേജ്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. അപ്പം കോണ്ടാക്ട് നമ്പർ കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെസ്സേജ് അയച്ചു. എന്നെ വിളിച്ചു, ഇസ്രയേലിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനിക്കുട്ടനെയും പൂത്തിനെയും എന്നെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് കണ്ടോ, ഇത് ഇന്ന് വന്ന സമ്മാനമാണ് ഇസ്രയേലിൽ കേട്ടോ. ഇസ്രയേലിലെ നമ്മുടെ രണ്ടാമത്തെ മാലാഖയാണ്. അപ്പൊ മാലാഖ നമുക്ക് എന്താണ് തന്നിരിക്കുന്നതെന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. ദൈവമേ, എന്റെ ദൈവമേ, എനിക്ക് വയ്യ. കൊറേ സ്വീറ്റ്സ് ആട്ടോ. ബെഡ്ഷീറ്റ്, പിന്നെ നിറച്ചും സ്വീറ്റ്സ് ആണ് എന്റെ പ്രിയങ്ങളെ. ഇതെല്ലാം കൂടെ ഞങ്ങള് കഴിച്ച് കണ്ടോ. എന്തുവാ എന്റെ ഈശ്വരാ. പിസ്ത, പിസ്ത, ബദാം,
ഡേറ്റ്സ്. ഇതെന്തിന്റെ എനിക്ക് ഈ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. ബൗണ്ടി എന്റെ ഫേവറേറ്റ് ആണ്. മോനിക്കുട്ടൻ ഇഷ്ടമല്ല. എന്താന്ന് വെച്ചാൽ തേങ്ങാപ്പീര് അങ്ങനെ എന്തോ ഒരു ഇതാകും. മുട്ടായി എനിക്കുണ്ട്. അല്ല ഇതിനകത്ത് എത്ര മുട്ടയുണ്ട്? എന്റെ പ്രിയപ്പെട്ട മാലാഖ കുട്ടി, ഇതൊക്കെ എന്താണ്, എന്തൊരു എനിക്കറിയില്ല. ഞാൻ എന്നോട് അഡ്രസ്സ് ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് എന്താ പറയുന്നേ, എന്താ ഞാനൊരു ആദ്യം ഒന്ന് പിന്നോട്ട് നിന്ന് എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പാഴ്സൽ അയക്കാനാണെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ. അപ്പൊ എന്നോട് വീണ്ടും ചോദിച്ചു അഡ്രസ് തരാൻ വിട്ടുപോയതാണോ മറന്നുപോയതാണോ ഇഷ്ടായില്ലേ എന്നെ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പൊ ഇഷ്ടക്കുറവൊന്നുമില്ല എന്റെ പ്രിയങ്ങളെ. കഴിഞ്ഞ ദിവസം മുത്ത എന്നോട് പറയുമായിരുന്നു, നമ്മള് സാധാരണ യൂട്യൂബേഴ്സ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ യൂട്യൂബർമാരെ മേടിക്കുന്നത് അമ്മ മാത്രമേ മേടിക്കത്തുള്ളൂ പറഞ്ഞോണ്ടല്ലോ. ഈ സ്വീറ്റ്സും ഈ ബദാം പരിപ്പും ഈ നട്ട്സും പിന്നെ ഈ സാധനം ഞാൻ ഇങ്ങനെ ഒരു പാക്കറ്റ് കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ ഈ സാധനങ്ങളൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ വരുമ്പോ ഒരു പേപ്പർ പൊതിക്കകത്ത് നമുക്കൊരു 3-4 പീസൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ടുതരുമല്ലോ ആരെങ്കിലും. അങ്ങനെ തരുമ്പോ ഞാൻ ഓർത്തിട്ടുണ്ട് ഇതൊക്കെ അവരുടെ വീട്ടിലൊക്കെ എന്തും വേണ്ടി കൊണ്ടുവന്നിട്ടായിരിക്കും എല്ലാ വീട്ടിലും ഇങ്ങനെ കുറച്ച് പീസുകളെങ്കിലും കൊണ്ടു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മിഠായി ഞാൻ കഴിച്ചിട്ടില്ല. ഞാനും കണ്ടിട്ടുണ്ട്. ഞങ്ങള് മുത്തും മോനിക്കുട്ടനൊക്കെ കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മള് ശരിക്കും പറഞ്ഞാല് ഞാനിതൊക്കെ എന്റെ കൈകളിൽ കിട്ടുമ്പോ ഞാൻ ഓർക്കാറുള്ളത് എന്താ പറയണേ, ദൈവം നമ്മുടെ മനസ്സ് അന്ന് നമ്മള് ആഗ്രഹിച്ചിട്ടുള്ളത് ദൈവം അറിയാതിരിക്കത്തില്ലല്ലോ. അപ്പം അങ്ങനെ ആ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെയുള്ള ചിലരിലൂടെ സാധിച്ചു തരുന്നു, ദൈവം നിവർത്തിച്ചു തരുന്നു എന്ന് മാത്രമാണ് കേട്ടോ. അതിനകത്ത് എന്റെ ചിലരുടെ എങ്കിലും മനസ്സിൽ തോന്നി ഇവരിത് മേടിക്കാനായിട്ടിരിക്കും എന്ന് ഓർക്കും. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് കേട്ടോ. ഞാൻ ഒരു 2 ബെഡ്ഷീറ്റ് കോളേജിൽ പോയപ്പോ കൊടുത്തു വിട്ടത്. അത് ഇത്രയും ദിവസവും കഴുകാതെ ഇപ്പൊ വന്നപ്പോ എന്റെ അടുക്ക കൊണ്ടുവച്ചേക്കോ കഴുകാൻ. പോവാൻ നേരത്തെ ഇനി 2 ബെഡ്ഷീറ്റ് കൊടുത്തു വിടണം. അപ്പൊ ഇത് കൊണ്ടുപോകും. താങ്ക് യു മോനിക്കുട്ടന്റെ വക ഒരു ചക്കരയുമ്മയും കൂടെ തരാം അല്ലേ മാലാഖ കുട്ടിക്ക്. വാ, ഇതെല്ലാം അയച്ചു തന്ന ഒരു ആന്റി ഉണ്ട്. ആന്റിക്ക് ഒരു ചക്കരയുമ്മ കൊടുക്കും. കാണത്തില്ല. ചക്കര ഉമ്മ. ആന്റിക്ക് ചക്കരയുമ്മ. ഷൈനി എന്നാണ് പേര്. പറഞ്ഞു ആന്റിക്ക് ചക്കര ഉമ്മ. നിറയെ സ്നേഹം, ഒത്തിരി സ്നേഹം. അപ്പോ ഇന്നത്തെ നമ്മുടെ സന്തോഷം ഇതായിരുന്നു. ഞാന് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അമ്മയ്ക്ക് ഓണക്കോടി മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, അതുകൂടെ ഞാൻ കാണിക്കാം. എന്നിട്ട് നമുക്ക് അത്താഴം കഴിക്കാം കേട്ടോ. ഈ വർഷത്തെ അമ്മയ്ക്കുള്ള ഓണക്കോടി കാണിക്കാം. ഞാൻ പറഞ്ഞില്ല, എല്ലാ വർഷവും ഞാൻ ജോലി ചെയ്ത സമയം മുതൽ എൻ്റെ കയ്യിൽ 10 രൂപ കിട്ടുന്ന 10 രൂപ എൻ്റെ കയ്യിലുള്ള സമയത്തെല്ലാം ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് ഓണത്തിന്. അപ്പം ഇടയ്ക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെയും പറയാതെയൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴും ഞാൻ ഓണക്കോടിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഒരു പ്രാവശ്യത്തെ അമ്മ വലിച്ചെറിഞ്ഞു കേട്ടോ, എൻ്റെ മുഖത്തോട്ട് തന്നെ വലിച്ചെറിഞ്ഞു, എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം കൊടുത്തത് അമ്മ തിരിച്ചു കൊണ്ടു തന്നു. അങ്ങനെ 2 പ്രാവശ്യം അമ്മ അത് റിജക്റ്റ് ചെയ്തു. എന്നാൽ തന്നെ എൻ്റെ കടമയാണ്, ഞാൻ കൊടുക്കും. അങ്ങനെയൊന്നും വെറുതെ വിടത്തില്ല. അപ്പോൾ ഞാൻ വാങ്ങിയത്, ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു സാരി വേണോ ചുരിദാർ പീസ് വേണോ എന്ന് ചോദിച്ചായിരുന്നേ. അപ്പൊ എന്നോട് സാരി ഉടുക്കാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു നൈറ്റി വാങ്ങിച്ചിട്ടുണ്ട്. ലൈറ്റ് കളർ നൈറ്റിയൊക്കെയാണ് അമ്മയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് ഇതുപോലെ ഫ്രണ്ടിൽ ഫ്രില്ലുള്ള നൈറ്റിയാണ് അമ്മ ഇടുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു നൈറ്റിയാണ് അമ്മയ്ക്ക് മേടിച്ചത്. കളർ എങ്ങനെയുണ്ട്, കൊള്ളാവും? ഇതിനി അമ്മ റീമേക്ക് ചെയ്യും. കാരണം അമ്മ ഇതിന്റെ അമ്മയ്ക്ക് ഇത്ര ഇറക്കം വേണ്ട, നല്ല ലെങ്ത് ആണ്. അപ്പൊ അതിന്റെ അമ്മ ആ ഇറക്കമൊക്കെ വെട്ടിയിട്ട് അമ്മ ഇവിടെ ഫ്രില്ലൊക്കെ വെച്ച് തയ്ക്കും. അങ്ങനെയാണ് അമ്മ ഇടുന്നത്. അല്ലാതെ അമ്മ നമ്മുടെ ചുരിദാർ കട്ടിങ് നൈറ്റി ഒന്നും അമ്മ ഇടത്തില്ല. അപ്പൊ ഇതെങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെ മേടിച്ചത് ചുരിദാർ പീസാണ്.
ഇത് ടോപ്പിന്റെ മെറ്റീരിയലും ഇത് പാന്റിന്റെ മെറ്റീരിയലും ആണ്. ഷോള് ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും മെറ്റീരിയൽ കോട്ടൺ, നല്ല കോട്ടൺ കേട്ടോ. ഈ വർഷത്തെ അമ്മയ്ക്കുള്ള ഓണക്കോടി. ഇതിന് ഞാൻ ടോപ്പിന് ലൈനിങ് വേണമല്ലോ, ലൈനിങ് മേടിച്ചിട്ടുണ്ട്. നാളെ നമുക്കിത് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം. എല്ലാ പ്രാവശ്യവും ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് പറയാം ഓണത്തിന് ഞാൻ പുതിയ നൈറ്റി ഇടണമായിരുന്നു. ഞാൻ മിക്കപ്പോഴും നൈറ്റി ആയിരുന്നു മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത്. അപ്പം ആങ്ങളെ സാരിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങി ഞാൻ നൈറ്റി മേടിക്കും, അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ആങ്ങളൊക്കെ അതിനെ പറ്റുമോ എനിക്കറിയത്തില്ല. സാലറി ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല, എനിക്കറിഞ്ഞൂല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ പ്രാവശ്യം ഒരു നൈറ്റിയോടൊപ്പം ഒരു മെറ്റീരിയലോട് അങ്ങ് വാങ്ങിച്ചു. അപ്പം നാളെ നമുക്കിത് അമ്മയ്ക്ക് കൊടുക്കാം. നാളെ മറ്റന്നാളുമായിട്ട് നമ്മൾ എല്ലാവർക്കും ഉള്ള ഓണക്കോടികളൊക്കെ കൊണ്ട് കൊടുക്കും. പിന്നെ ഞങ്ങൾക്കെടുത്ത ഡ്രസ്സ് ഏതാന്ന് ഞാൻ നാളെ കാണിക്കാം കേട്ടോ. എനിക്ക് വിശക്കുന്നു, ഞാൻ കഴിക്കാൻ പോവാണേ. അതുപോലെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയിപ്പോയി, എനിക്ക് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവേ. ഇപ്പൊ സാമ്പാറും മീനും ഉണ്ടല്ലോ. നാളെ രാവിലെ എന്തുകൊണ്ടോ നാളെ രാവിലത്തെ കാര്യം നാളെ. അപ്പം ഉണ്ടാക്കും. ഞാൻ ഇച്ചിരി ചോറിടാൻ പോവാണ്. മുത്തിന് ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു, കുറച്ചുകൂടെ കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നേ. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. ചോറും മീൻ വറുത്തത്, സാമ്പാർ. ഇത് ലക്ഷ്മി ചേച്ചി അയച്ചു തന്ന സാമ്പാർ പൊടിയാട്ടോ, നല്ല സാമ്പാർ പൊടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയങ്ങൾ തരുന്ന സ്നേഹത്തിന് സന്തോഷം അറിയിക്കുന്നു. നമുക്കിനിയും അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിലൂടെ കാണാം. മാറ്റങ്ങളൊന്നുമില്ല വീഡിയോയിൽ. അപ്പോൾ ഒരുപാട് വലിയ വിശേഷങ്ങളൊന്നുമില്ലെങ്കിലും വെറുതെ ഒന്ന് മിണ്ടി പറഞ്ഞു പോകാം. അപ്പോൾ ഇനി നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.